തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വെറും പ്രഹസനമായി മാറുന്ന ഇക്കാലത്ത് സർക്കാർ പദ്ധതികൾക്ക് സ്വന്തം ഭൂമി വിട്ടു നൽകി മാതൃകയാവുകയാണ് ഒരു ജനപ്രതിനിധി. തെന്നല പഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പർ കളംവളപ്പിൽ കോറണത്ത് അബ്ദുൽ മജീദാണ് വിവിധ പദ്ധതികൾക്കായി ലക്ഷങ്ങൾ വില വരുന്ന ഭൂമി വിട്ടു നൽകിയത്. തെന്നല പഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പർ കളംവളപ്പിൽ കോർണത്ത് അബ്ദുൽ മജീദാണ് വിവിധ പദ്ധതികൾക്കായി ലക്ഷങ്ങൾ വില വരുന്ന 8 സെന്റ് ഭൂമി വിട്ടു നൽകി നാടിന് മാതൃകയായത്. പ്രസ്തുത ഭൂമിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ 42 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കുടുംബാരോഗ്യ ഉപകേന്ദ്രവും 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഹെൽത്ത് ക്ലബ്ബും പ്രവർത്തിക്കുന്നുണ്ട്. 5 സെന്റ് ഭൂമിയിലാണ് കുടുംബാരോഗ്യ ഉപകേന്ദ്രവും ഹെൽത്ത് ക്ലബ്ബും നിർമ്മിച്ചിട്ടുള്ളത്. അംഗനവാടിക്കും അതിനു മുകളിൽ സ്ത്രീ ശാക്തീകരണ കേന്ദ്രത്തിനും 3 സെന്റ് ഭൂമി നേരത്തെ സൗജന്യമായി നൽകിയിരുന്നു. മസ്കത്തിൽ ബിസിനസ്സുകാരനായ അബ്ദുൽ മജീദ് ആദ്യമായാണ് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ജനങ്ങളുടെ പ്രശ്നത്തിൽ സജീവമായി ഇടപെടുന്നതുകൊണ്ട് തന്നെ നാട്ടുകാർ സ്ഥാനാർത്ഥിയായി നിർത്തുകയും വാശിയേറിയ മത്സരത്തിൽ ബന്ധുകൂടിയായ ഇടത് സ്ഥാനാർത്ഥിയെ 114 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി പരാജയപ്പെടുത്തുകയായിരുന്നു. ജനപ്രതിനിധി ആവുന്നതിന് മുമ്പാണ് അബ്ദുൽ മജീദ് 3 സെന്റ് ഭൂമി അംഗനവാടിക്ക് വിട്ടു നൽകിയത്. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രവാസിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു അംഗനവാടി പ്രവർത്തിച്ചിരുന്നു. 10-30 കുട്ടികളെയും കൊണ്ട് ഒരു കോട്ടേഴ്സിൽ. അപ്പോൾ ആ ടീച്ചർ എന്നും രക്ഷിതാക്കൾ പരാതി വാടക കൊടുക്കാൻ കഴിയില്ല, പൈസയില്ല. അങ്ങനെ അവർക്കൊരു സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം വന്നെന്നാണ് പറഞ്ഞത്. അതായത് വാടക കെട്ടിടങ്ങളൊക്കെ അംഗനവാടി ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒരു തൊഴിൽ നഷ്ടപ്പെടും, അത് സ്വന്തം കെട്ടിടത്തിലേക്ക് വരണം എന്നൊരു ഇത് വച്ച് ഇവിടുത്തെ LMS കുട്ടികളുടെ ഒരു രക്ഷിതാക്കളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. അങ്ങനെ ഒരു 3 സെന്റ് സ്ഥലം ഇവിടെ കണ്ടുവച്ചു. എത്ര പൈസ പറഞ്ഞിട്ട് അതിന് പിരിവിനിറങ്ങിയത് ടീച്ചർ. ആ പിരിവായിട്ടാണ് ഈ ഞങ്ങളെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരു ടീച്ചർ എൻ്റെ അടുത്ത് വരുന്നത്, അംഗനവാടി ടീച്ചർ. അങ്ങനെ ഞാനൊരു 10,000 രൂപ അവർക്ക് സംഭാവന കൊടുത്തു. അങ്ങനെ പിരിവിനിറങ്ങി 3 മാസത്തിന് ശേഷം തിരിച്ചു വരികയാണ് അവർ. അതൊന്നും ഒത്തിട്ടില്ല, പൈസ 5-6 ലക്ഷം പ്രയാസമാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് എനിക്കൊരു വിഷമം തോന്നി. കാരണം അവർക്കൊരു ജോലി നഷ്ടപ്പെടും, 10-30 കുട്ടികളെ ഒരു പഠനം, നമ്മളെ പ്രദേശത്ത് നമ്മളിവിടെ എല്ലാ സൗകര്യത്തോടും ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത് അപ്പം എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഞാൻ വാക്ക് കൊടുത്തായിരിക്കും, ഒരു 3 സെന്റ് സ്ഥലം ഞാൻ തരാം. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു കുടുംബാരോഗ്യ ഉപകേന്ദ്രം. കൊടക്കൽ പ്രദേശത്തെ ആളുകൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ തെന്നല കുറ്റിപ്പാലയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തെയോ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയോ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി സ്വന്തം കെട്ടിടം സൗജന്യമായി വിട്ടു നൽകി 4 വർഷം ഉപകേന്ദ്രം ഇതിൽ പ്രവർത്തിച്ചു പോന്നു. തുടർന്ന് സ്വന്തം കെട്ടിടമെന്ന ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 5 സെന്റ് സ്ഥലം വിട്ടു നൽകുകയായിരുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലൊക്കെ 85-80 കാലഘട്ടങ്ങളിൽ സജീവ രാഷ്ട്രീയം ഉണ്ടെങ്കിലും അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് സെയ്തു സാഹിബ് ഉണ്ടായിരുന്നു. അവരും കൂടെ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ തന്നെ ആയിരുന്നു അന്നത്തെ കാലത്തനുസരിച്ചുള്ള രാഷ്ട്രീയം. പിന്നെയാണ് പ്രവാസ ലോകത്തേക്ക് മാറിയത്. അവിടുന്ന് തിരിച്ച് വരുന്നത് പറഞ്ഞാൽ ഒരു 10-35 വർഷത്തിന് ശേഷം കൊറോണ സമയത്താണ് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ആണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു, 2-ാം വാർഡിൽ മത്സരിച്ചു. ആ മത്സരം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫൈറ്റ് തന്നെയായിരുന്നു. 1-ാം വാർഡിൽ ഞങ്ങളെ സീറ്റ് പിടിച്ച അവൻ 2-ാം വാർഡിൽ വന്നപ്പോൾ അയാളായിട്ടുള്ളൊരു മത്സരം നടത്തി പമ്പിച്ച വിജയത്തിൽ ഞങ്ങൾ വിജയിച്ചു. BK സെയ്തു സ്മാരക റോഡ്, വലിയടത്തിൽ കുഞ്ഞലവി കുഞ്ഞു സ്മാരക റോഡ്, മംഗലങ്ങാടി ശ്മശാന റോഡ് എന്നിവയും നാട്ടുകാരുടെ സഹായത്തോടെ അബ്ദുൽ മജീദ് നാടിന് സമർപ്പിച്ചവയിൽ പെടും. കൂടാതെ കോവിഡ് കാലഘട്ടത്തിൽ നാട്ടിലേക്ക് സ്വന്തം ചെലവിൽ ആംബുലൻസ് നൽകിയിരുന്നു. KV അബ്ദുൽ മജീദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് രാഷ്ട്രീയത്തിലേക്ക് അയാൾ കുറച്ച് ചുവട് വെച്ച ടൈമിൽ നമ്മളൊക്കെ ഓർമ്മയിൽ അയാൾ സൈലൻ്റായി, പ്രവാസിയായിരുന്നു. പൊതുവെ നാട്ടിൽ വന്നു പോകണമെങ്കിൽ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അയാൾ കാലെടുത്ത് വെച്ചത് മുതൽ ഞങ്ങളൊക്കെ പ്രതീക്ഷയിൽ കൂടുതൽ, ഞങ്ങളൊക്കെ ഒരു ആവറേജ് അയാളെക്കുറിച്ച് പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷകൾക്കപ്പുറം അയാളുടെ കാഴ്ചപ്പാടുകളും അയാളുടെ ഇച്ഛാശക്തിയും ഈ വാർഡിൽ നിന്നല്ല, ഈ പഞ്ചായത്തിന് മൊത്തത്തിൽ അത് ഒരു പ്രചോദനമായിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. പ്രകാശ് പോക്കാട്ട്, കേരള വിഷൻ, തിരുരങ്ങാടി.